മുട്ടുന്നവൻ്റെ അന്നം മുട്ടിക്കരുത് എന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പറഞ്ഞു കേൾക്കുന്നതുമാണ്. ഇത് വളരെ ലളിതമായൊരു കഥയിലൂടെ എനിക്ക് അമ്മ പറഞ്ഞു തരാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ തലമുറയിലെ മിക്ക പെൺകുട്ടികളുടെയും മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം ഇതിൻ്റെ എല്ലാം ഒരു അടിത്തറ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പകർന്നു തരുന്ന ഇത്തരം ചെറിയ ചെറിയ കഥകളിൽ കൂടിയായിരിക്കാം രൂപീകൃതമായത്. എൻ്റെ കാര്യം പറയാം, വളരെ സിമ്പിളാണ്. എന്നെ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീക്ഷണം. 100 രൂപ കിട്ടിയാൽ 50 രൂപ കൃത്യമായി ചിലവുകൾക്ക് വയ്ക്കുക, 20 രൂപ അടിച്ചു പൊളിക്കുക, 30 രൂപ സമ്പാദിച്ചു വയ്ക്കുക. ഈ ഒരു ചട്ടക്കൂട്ടി നിന്നിട്ടാണ് മുന്നോട്ട് പോവുക. അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. നമ്മൾ പറഞ്ഞത് അന്നം വിളമ്പുന്നവൻ്റെ അന്നം മുട്ടിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ കഥ പറയാമേ. അതെങ്ങനെയാണ്? ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരപ്പൂപ്പനും ഒരമ്മമ്മയും താമസിച്ചിരുന്നു. ആ വീട്ടിലെ അച്ഛനും അമ്മയാണ് ദിവസവും പണിക്ക് പോകുന്നത്. അപ്പം മുത്തശ്ശിയാണ് കുട്ടികൾക്ക് എന്നും ആഹാരം ഉണ്ടാക്കി വിളമ്പുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും തലേന്ന് കിട്ടിയ നെല്ല് പുഴുങ്ങി അരിയാക്കി മുത്തശ്ശി വലിയ കലത്തിൽ കഞ്ഞി വെച്ച്, അന്നൊക്കെ അങ്ങനെയാണ്, കഞ്ഞി വെച്ച് വിളമ്പും. സന്ധ്യയാകുമ്പോൾ ഈ മുത്തശ്ശനും കുഞ്ഞുങ്ങളും ഒരു പാത്രവുമായിട്ട് മുറ്റത്ത് തിണ്ണയിൽ നിരന്നിരുന്ന് കഞ്ഞി കുടിക്കാനിരിക്കും. വിളമ്പി തുടങ്ങുമ്പോൾ നമുക്ക് ഊഹിക്കാം അന്നൊക്കെ മുത്തശ്ശനിൽ നിന്നായിരിക്കാം വിളമ്പി തുടങ്ങി. വിളമ്പാനായി മുത്തശ്ശി ഈ കയ്യിൽ, ദാറ്റ് ഈസ് തവി എടുക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയും, എടീ കുഞ്ഞുങ്ങൾക്ക് അന്നം മുട്ടിക്കരുതേ എന്ന്. അപ്പം മുത്തശ്ശി എല്ലാവർക്കും വിളമ്പിട്ട് പോരും. എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വരുന്ന ഈ അമ്മ ഇത് കേൾക്കാറുണ്ട്. അത് പുറത്ത് വല്ല വന്ന് നനയ്ക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അമ്മ ഒരിക്കലും കാണാറില്ല എന്താണ് ഈ പ്രോസസ്സ് എന്ന്. ഒരു ദിവസം എന്തുകൊണ്ടോ മുത്തശ്ശിയും മുത്തശ്ശൻ്റെ കൂടെ തന്നെ കഞ്ഞി കുടിക്കായിരുന്നു. വയ്യായിരുന്നായിരിക്കും, അതെന്താണെന്ന് ഞാനന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന ദിവസവും ഈ അമ്മ തവി എടുത്ത പാടെ മുത്തശ്ശൻ പറഞ്ഞു, പിള്ളേരുടെ അന്നം മുട്ടിക്കല്ലേ എന്ന്. അപ്പം അമ്മ ഓർത്തു, പിള്ളേരുടെ അന്നം മുട്ടിക്കല്ലേ, പിള്ളേർക്ക് കൂടുതൽ കൊടുക്കണമായിരിക്കും എന്ന്. അപ്പം മുത്തശ്ശന് വിളമ്പി, മുത്തശ്ശിക്ക് വിളമ്പി, അടുത്ത കൈ ഇങ്ങനെ കൊച്ചായപ്പം കുട്ടികളായപ്പോൾ അമ്മ കൂടുതൽ വിളമ്പാൻ നോക്കി. മുത്തശ്ശി കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ അന്നം മുട്ടിക്കല്ലേ കുട്ടികളുടെ എന്ന്. ഒന്നും മനസ്സിലായില്ല. മുത്തശ്ശി തന്നെ എടുത്ത് എല്ലാവർക്കും വേണ്ടതൊക്കെ വിളമ്പി നോക്കുമ്പോൾ ഇഷ്ടം പോലെ കഞ്ഞി പിന്നെയും മിച്ചമുണ്ട്. അന്നാണ് ഈ മുത്തശ്ശി ഈ അമ്മയോട് ആ പറച്ചിലിൻ്റെ സത്യം മനസ്സിലാക്കി കൊടുത്തത്. അതായത് അവിടെ അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട് 2 പേര്, അച്ഛനും അമ്മയും. ലാവിഷായിട്ട് വീട്ടിലിരിക്കുന്നവർക്കെല്ലാം വിളമ്പി അവസാനം കഴിക്കാൻ വരുമ്പോൾ ഇവർക്ക് കിട്ടാതിരുന്നാൽ നാളെ അവർക്ക് കിട്ടാനുള്ള അന്നം മുട്ടിപ്പോകും. അതായത് അവർക്കുള്ളത് കരുതി വെച്ചിട്ടേ വാത്സല്യമായിട്ടും കടമയായിട്ടും ഒക്കെ വിളമ്പാവുള്ളൂ എന്ന സിമ്പിളായ ലോജിക്കായിരുന്നു മുത്തശ്ശൻ ആ ഒരൊറ്റ വാചകത്തിലൂടെ പകർന്നു തന്നിരുന്നത്. ഇന്നിപ്പോൾ നമുക്കെല്ലാം അവഗണിക്കാൻ വയ്യാത്ത വാർത്തയാണ്. ഡൽഹി കർഷകർ ചൂഴുന്നു, അതിൻ്റെ രാഷ്ട്രീയം, കാര്യങ്ങൾ എന്ത് തന്നെയാണോ, ഇതിൽ രാഷ്ട്രീയമായ യാതൊരു ഇതുമില്ലാതെ തന്നെ കർഷകരെ അവഗണിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം തന്നെ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ തന്നെ അതിനകത്ത് ഞാൻ കുറച്ച് വായിക്കാം. അതായത് നമ്മൾ മൂലധനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കർഷകരെ ശാക്തീകരിക്കുന്ന മട്ടിലുള്ള ഒരു ഹരിത വിപ്ലവം കൊണ്ടുവരാതിരുന്നതാണ് ഇന്ത്യയുടെ പ്രശ്നത്തിന് കാരണമെന്ന് അദ്ദേഹം പറയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, നമ്മളിവിടെ നടത്തിയ ഒരു വിപ്ലവം എങ്ങനെയായിരുന്നു, നമുക്കത് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യണമായിരുന്നു. നാം പിന്തുടർന്നത് ആഗോള രീതികളാണ്. അങ്ങനെയുള്ള ആ പ്രക്രിയയിൽ നമ്മൾ എന്താ ചെയ്തത്, ജനസംഖ്യയുടെ പാതിയിലധികം വരുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ അവഗണിക്കുകയുണ്ടായി. 1 ലിറ്റർ കുടിവെള്ളം 15 രൂപയ്ക്ക് വിൽക്കുന്ന നാടാണിത്. അവിടെ 1 കിലോഗ്രാം അരി 2 രൂപയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ നിശ്ചയിച്ചു. ആർക്ക് ആര് എന്തടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്? 1 കിലോ അരിക്ക് നിശ്ചയമായും ഉൽപ്പാദന ചെലവ് ഉണ്ടാവുകയില്ലേ? അത് തീർച്ചയായിട്ടും 2 രൂപയല്ലല്ലോ. അവിടെ നഷ്ടം വരുന്നത് ആരാണ് പരിഹരിക്കുന്നത്? ആ പണം എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇത് രാഷ്ട്രീയ പൊടിക്കൈകളുടെ സാമ്പത്തികമായ ന്യായീകരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരം വളരെ കൃത്യമായി തന്നെ, അതായത് കൂടുതൽ വലിയ പൊളിറ്റിക്സ് ഒന്നും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് അതിനുള്ള പരിഹാരമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേ ലേഖനത്തിൽ. ജനസംഖ്യയുടെ സമ്മർദ്ദം, ചെറിയ കൃഷിയിടങ്ങൾ, ഫലഭൂയിഷ്ടി കുറഞ്ഞ മണ്ണ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, മോശം സംഭരണ സംവിധാനങ്ങൾ എന്നിവയാണ് ഇന്ത്യയിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ചെറിയ കൃഷിയിടങ്ങൾ ഒന്നിച്ചു കൂട്ടുകയും വലിയ കൃഷിയിടങ്ങൾ ഉണ്ടാക്കുകയും അവിടെ ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കൃഷിരീതികൾ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ അതിന് രാഷ്ട്രീയ ഇച്ഛയും ഉയർന്ന നിക്ഷേപവും ആവശ്യമാണ്. ഇങ്ങനെ
എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. കൃഷിക്കാരുടെ ഭൂമിക്ക് മേലുള്ള ഉടമസ്ഥാവകാശങ്ങൾക്ക് മാറ്റം വരുത്തരുത്. നിക്ഷേപകർ പണം കൊണ്ടുവരികയും ലാഭം എടുക്കുകയും ചെയ്യട്ടെ. അവർക്ക് കൃഷിക്കാരെ വിലക്ക് വാങ്ങേണ്ടതില്ല. വ്യാവസായികവൽക്കരണത്തിന് ഭൂമി ആവശ്യമാണെങ്കിൽ അത് പാട്ടത്തിന് നൽകുന്ന സംവിധാനമാകണം. കൃഷിക്കാരെ നാം പരിഗണിക്കേണ്ടത് വികസന പങ്കാളികളായാണ്. സത്യസന്ധവും സുതാര്യവുമായ ഭൂമി നമുക്ക് അത് പാട്ടവ്യവസ്ഥയിലൂടെ നമുക്ക് വികസിക്കാം. ആ ദൗത്യമാണ് രാഷ്ട്രീയമാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു മാന്യ മഹത് വ്യക്തി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇതിനെല്ലാം പകരം കർഷകർക്ക് ഒട്ടും തന്നെ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത എന്തൊക്കെയോ നിയമങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്ന ഒരവസ്ഥ. ഇതൊന്നും ഒരു പാർട്ടിയുടെയോ ഒരു സംവിധാനത്തിൻ്റെയോ ഒന്നും മാത്രമായി നമുക്ക് കാണാൻ പറ്റില്ല. എത്രയോ കാലമായിട്ട് എന്ത് ഹരിത വിപ്ലവം പറഞ്ഞാലും കോരന് കുമ്പിളിൽ പോലും കഞ്ഞി കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വന്നു എന്നത് നമ്മൾ പരിഗണിക്കേണ്ടത് തന്നെയാണ്. അതിന് രാഷ്ട്രീയത്തിൻ്റെ നിറമല്ല കൊടുക്കേണ്ടത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, അന്നം വിളമ്പുന്നവൻ്റെ അന്നം മുട്ടിച്ചാൽ എന്താ സംഭവിക്കുക എന്നത്. ശുഭരാത്രി.